ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ ആൻഡ് തേജു ഫൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വയലിൻ പഠിക്കാൻ പോവാണ്. ഞാൻ വയലിൻ പഠിക്കാൻ പോവാ. സന്തോഷത്തോടെ പറ. ഞാൻ വയലിൻ പഠിക്കാൻ പോവാ. എന്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നേ. ഞാൻ വയലിൻ ക്ലാസ്സിന് പോയി തുടങ്ങാൻ പോവാൻ. ഇവിടെ കരച്ചില് തുടങ്ങി. കുഞ്ഞുണ്ട്. ചേച്ചിയെ ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മൈലപ്ര എന്ന് പറയുന്ന സ്ഥലം, പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ തേജുട്ടിയുടെ താല്പര്യപ്രകാരമാണോ പോകുന്നത്, അതോ തേജുട്ടി ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോകാനോ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ മ്യൂസിക്കിനോടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, വയലിനും കീബോർഡും അങ്ങനത്തെയൊക്കെ പഠിക്കാൻ. മ്യൂസിക്കിനോട് ബന്ധപ്പെട്ട എല്ലാം പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ മ്യൂസിക്കിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടം. AR റഹ്മാൻ സാറിൻ്റെ ചെന്നൈയിലുള്ള കോളേജാണ് ചേട്ടൻ പഠിക്കുന്നത്. അപ്പോൾ തേജുട്ടിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. എത്രത്തോളം തേജുട്ടി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും തേജുട്ടി പറഞ്ഞത് പ്രകാരം നമ്മൾ ക്ലാസ്സിന് ചേർക്കുകയാണ്. ബാക്കി നമുക്ക് തേജുട്ടിയുടെ സ്കൂളിൽ ചെന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, ഇതാണ് ഇപ്പം പള്ളിപ്പടി എന്നാണ് നമ്മളെ സ്ഥലം അറിയപ്പെടുന്നത്. ഇപ്പൊ പ്രധാന 2 പള്ളിയുണ്ട് ഇവിടെ, പ്രധാനപ്പെട്ടത് അല്ലേ? അതിന്റെ അടുത്താണ് നമ്മുടെ സെന്റർ. നമ്മൾ അങ്ങോട്ട് ടേൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു മുക്ക വരെയുണ്ട്. അതില് നമ്മള് പത്തനംതിട്ടയിലോട്ട് തിരിയുന്ന ഒരു പെട്രോൾ പമ്പിന്റെ അടുത്താണ് സ്കൂള്. നമ്മുടെ സ്കൂളിന്റെ ഒരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ശ്രുതി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ഒട്ടുമുക്കാലും ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കുന്നുണ്ടെന്നാ കേട്ടത്. നമുക്ക് അവിടെ ചെന്ന് സാറിനോട് ചോദിക്കാം ഇവിടെ എന്തിന്റെയൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ, കുഞ്ഞു പിള്ളേർക്കൊക്കെ ക്ലാസ്സിന് വരണമെന്നുണ്ടെങ്കിൽ, പത്തനംതിട്ടയിലുള്ള പിള്ളേർക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അറിവുമാകുമല്ലോ. വയലിൻ, വെസ്റ്റേൺ ഉണ്ട്, കർണാട്ടിക് ഉണ്ട്, വീണ, ഡ്രോയിങ്, പെയിൻറ്റിങ്, ഡാൻസ്, ഫ്ലൂട്ട്, മൃദംഗം. ചേച്ചിയുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്.
തേജുട്ടി ക്ലാസ് കഴിഞ്ഞ് വരുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ക്ലാസ് കഴിഞ്ഞ് തേജുട്ടി തിരിച്ചു വന്നു. ഭയങ്കര ഹാപ്പിയാണ്. തേജുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ വയലിന് തേജുട്ടിയുടെ കൈക്ക് ഇണങ്ങുന്നതല്ല, അത് ഇച്ചിരി വലുതായിരുന്നു, അത് വാങ്ങിക്കണം നമുക്ക്. എന്നാലും തേജുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറെ വേറെ കോഴ്സുകളൊക്കെ അവിടെ ചേരുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് ചോദിച്ചു. അവരുടെ അടുത്തും ചോദിച്ചു ഡീറ്റെയിൽസ് ഒക്കെ. തേജുട്ടാ പറ, എങ്ങനെ ഉണ്ടായിരുന്നു മോൻ്റെ ക്ലാസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വയലിൻ പഠിക്കുന്നത്. ആണോ? എന്തൊക്കെയായിരുന്നു ഇന്ന് അവിടെ സംഭവിച്ചേ? ഇന്ന് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എന്നെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഇച്ചിരി അഡ്മിഷനൊക്കെ എടുത്ത് ഫോമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് താമസിച്ചാണ്, മറ്റു കുട്ടികളുടെ കൂടെ അല്ല കയറിയത്. അതുകൊണ്ട് കുറേ സമയം കൂടെ തേജുട്ടിയെ കൂടുതലായിട്ട് കിട്ടി അല്ലേ? ആണോ? അപ്പം സാറ് തേജുട്ടിക്ക് എന്തൊക്കെയായിരുന്നു പറഞ്ഞു തന്നത്? ഇന്ന് ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ഇതുണ്ട്, അത് മാത്രമേ പറഞ്ഞു. ഫസ്റ്റ് പഠിക്കേണ്ട ഏത്, എങ്ങനെയാ വയലിൻ പിടിക്കേണ്ടതെന്നും പൊസിഷനും ഒക്കെ പറഞ്ഞു തന്നോ? അതല്ല, പിന്നെ വായിക്കാനും പറഞ്ഞു. വായിക്കാനും ഓൻ അറിയാമായിരുന്നോ? പിടിക്കാനൊക്കെ അറിയാമായിരുന്നോ? ഞാൻ വിചാരിച്ചു ഇങ്ങനെ വയലിൻ പിടിക്കുന്നത്, പക്ഷെ ഇങ്ങനെയായിരുന്നു, തിരിച്ചായിരുന്നു പിടിക്കുന്നത് അല്ലേ? സാർ അതിന്റെ പൊസിഷനൊക്കെ പറഞ്ഞു തന്നല്ലേ? മോൻ ഇഷ്ടപ്പെട്ടു? എന്തായാലും ഭയങ്കര ഹാപ്പി അല്ലേ? ഇനി എന്നും മുടക്കാതെ ക്ലാസ്സിന് വരത്തില്ലേ? അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം. ബായ് കൂട്ടുകാർക്ക്, ബായ് പറ.